ശരിക്കും ജയിൽ പണിഷ്മെന്റ് വെറും ഒരു ടാസ്കായി മാറിയിരിക്കുകയാണ്. ആ ഒരു ഇന്നലെ കണ്ട ആ ഒരു ഗാംഭീര്യമൊന്നും അവസാനം ഉണ്ടായില്ല. ചീറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ബിഗ് ബോസ് തോറ്റുപോയി, അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് അവർക്ക് വിശ്രമ ഡേ ആണ്. സത്യത്തിൽ ഇന്ന് പ്രത്യേകിച്ച് കോണ്ടന്റുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഉറക്കമാണ്. പക്ഷെ ജയിലിൽ നിന്ന് അവർ എഴുന്നേറ്റ് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പോയി തട്ടാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നെവിൻ, കൂടുതൽ ടൈം നെവിൻ ആയിരുന്നു ഇവരുടെ അടുത്തുണ്ടായിരുന്നത്. പിന്നെ ബിന്നി ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങി വരുന്നുണ്ട്. ബിന്നിയും നെവിനും കൂടെ പോയിട്ട് റിക്വസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ബിന്നി ഇത് പറയുന്നത് അവരുടെ മാനസിക അവസ്ഥ കൂടി പരിഗണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നെവിൻ പറയുന്നത് ബിഗ് ബോസിന് പുറത്തൊരു ചീത്തപ്പേരൊക്കെ ഉണ്ടാവും, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ കുറച്ചുകൂടെ ഒന്ന് ട്രിഗർ ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരു തമാശ രൂപേണയാണ്. പക്ഷേ അതിനുശേഷം ഒരു ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് ശ്രദ്ധിക്കുക, ഈ ഒരു ജയിൽ ടാസ്ക് നിങ്ങൾ ഉറങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങൾ അത് പൂർത്തിയാക്കിയിട്ടില്ല എന്നറിയാം. എങ്കിൽ കൂടി ഞാനൊന്ന് ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ സമയം എത്രയായി എന്ന്. അപ്പോൾ ഏകദേശം ഒരു 10:30, 11 മണി, 10:45 എന്നൊക്കെ പറഞ്ഞെങ്കിലും ജിസേല് പിന്നെ ഉറപ്പിച്ച് 10:45 നിന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ജിസേലിന് സമയം കണ്ടെത്താനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ബിക്കോസ് ജിസേൽ ഇത് ഫസ്റ്റ് ടൈം അല്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ജിസേലിന് ഇത് രണ്ടാമത്തെ അനുഭവമാണ്. അതല്ലാതെ തന്നെ പുള്ളിക്കാരിക്ക് കുറച്ച് എബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും 10:45 എന്ന് പറഞ്ഞ ആ ഒരു സമയം വളരെ ആക്യുറേറ്റ് അല്ല എങ്കിലും ഏകദേശം ആ സമയമാണ് എന്ന് ബിഗ് ബോസ് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസ് സമയം പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം ഇത് ബിഗ് ബോസ് അല്ലേ എന്ന് പറയുകയാണ്. എന്നിട്ട് വളരെ ക്രൂരമായിട്ടൊന്നും സംസാരിച്ചില്ല. ഞാൻ കരുതി ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു പണിഷ്മെന്റ് അവർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസ് എന്തെങ്കിലും പറയുമെന്ന്. പക്ഷെ പ്രശ്നമൊന്നുമില്ല. ഇന്ന് നിങ്ങൾക്ക് വിശ്രമ ദിവസമല്ലേ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നന്നായി വിശ്രമിക്കാൻ കഴിയട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ ആര്യനായിട്ടുള്ള ക്യാപ്റ്റൻ ഇപ്പോൾ നിങ്ങളെ മോചിപ്പിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പോയി. അങ്ങനെ അതിനുശേഷം ഇവരെ മോചിപ്പിക്കുന്നതാണ് ഇന്നത്തെ സീൻ. അപ്പോൾ ഇന്ന് ഏകദേശം ഈ ഒരു പണിഷ്മെന്റിന്റെ ഒരു ഭീകരതയൊക്കെ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. കാരണം ഇന്ന് രാവിലെ ആര്യൻ കുറച്ചു സമയം വന്ന് ജിസേലിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സംസാരിച്ചപ്പോൾ ആര്യന്റെ അടുത്ത് ജിസേൽ കുറെ പരാതികളാണ് പറയുന്നത്. ബിഗ് ബോസിന് തന്നെ ഇഷ്ടമല്ല, 5 ദിവസമായിട്ട് എന്നെ ഈ ബിഗ് ബോസ് വീടിന് പുറത്താണ് കിടത്തിയത്, മറ്റേ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ടാസ്കിലും ഞാൻ പുറത്തായിരുന്നു കിടന്നത്. ഇപ്പോൾ ഈ ഒരു ടാസ്ക്, ഇത് ജയിൽ നോമിനേഷനിൽ വന്നപ്പോൾ എന്നോട് മാത്രമാണ് ഈ ഒരു ക്രൂരത. അവരൊക്കെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തീർത്തിട്ട്, അതായത് അനുമോളും അപ്പാനിയുമാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. അപ്പൊ അനുമോളെ കുറിച്ച് തന്നെ പറയുകയാണ്, അവർ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങിയായിരുന്നു, ഇത് എന്നോട് മാത്രമാണ് ഈ ക്രൂരത, എന്നെ സത്യത്തിൽ ബിഗ് ബോസിന് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ ആര്യനോട് പറയുകയാണ്. അപ്പോൾ ആര്യൻ അതിന് ജിസേലിന് മറുപടി പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ജയിലിനെ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പല ടാസ്കിനെയും നമ്മൾ തമാശ രൂപേണയാണ് കാണുന്നത്. അത്തരത്തിലൊരു തമാശ നമ്മൾ കാണുന്നത് ഇനി മാറ്റണം. എനിക്കാണെങ്കിൽ ചിരി വരും, എനിക്കിങ്ങനെ ഒരു പീക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും. പക്ഷെ ഇനി അങ്ങനെയല്ല, ടാസ്കിനെയും ജയിലിനെയും ഒക്കെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് കാണണം. കഴിഞ്ഞ ആഴ്ച ഈ ജയിലിലേക്ക് നെവിനെ എല്ലാവരും നോമിനേറ്റ് ചെയ്തത് അവൻ ഓരോന്നൊക്കെ കട്ടെടുത്തു, കള്ളൻ എന്നൊക്കെ പറഞ്ഞ് തമാശക്കാണ്. സത്യം പറഞ്ഞാൽ നെവിനോട് അവനത് കട്ടെടുത്തു, അതുകൊണ്ട് അവനെ നോമിനേറ്റ് ചെയ്യണം, ഈ ഒരു ഫീലിങ്സിലായിരുന്നില്ല. കള്ളനല്ലേ ജയിലിൽ പോകേണ്ടത്, ഏറ്റവും കൂടുതൽ കക്കുന്നത് നെവിനാണല്ലോ, ഈ ഒരു അർത്ഥത്തിലായിരുന്നു നെവിനെ എല്ലാവരും നോമിനേറ്റ് ചെയ്തത്. അത്തരത്തിലുള്ള ഒരു തമാശകളും ഇനി നമുക്ക് എടുക്കണ്ട, നമ്മൾ കുറച്ച് സീരിയസ് ആകണം, ടാസ്കിൽ നമ്മൾ സീരിയസ് ആകണം എന്നൊക്കെ ഒരു പ്ലാനിങ് ആര്യന്റെയും ജിസേലിന്റെയും അടുത്ത് വരികയാണ്. അതുപോലെ തന്നെ ഇന്നലത്തെ ദിവസം അബി, അനീഷ്, ഇവരെല്ലാം അക്ബർ അവര് അകത്ത് കുളംകര കളിക്കുന്നുണ്ടായിരുന്നു. ലൈവിൽ കണ്ടപ്പോൾ ഇവരെല്ലാവരും അകത്ത് കുളംകരയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അനീഷും അബിയും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതലും ഇപ്പോൾ ഒന്നിയിൽ ഈ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നേരെ പോയി അഭിയോടും അനീഷിനോടും ഒക്കെ നന്ദി പറയുന്നുണ്ട്. കാരണം ശരിക്കും ഒന്നിയിൽ ഒരു പാഠം പഠിച്ചു. ഒന്നിലിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അനീഷിനെ കുറിച്ചൊക്കെ പറയുന്നത് എന്തൊരു നല്ല ബ്രോയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും രാത്രി കൂട്ടിരുന്നു, സപ്പോർട്ട് ചെയ്തു, ഇതൊക്കെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇന്നത്തെ ദിവസം ഈ ഒരു ജയിൽ ടാസ്ക് എപ്പോൾ കഴിയും എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഒരു ഒറ്റ കോണ്ടന്റ്, ഇതേ ഉള്ളൂ. പിന്നെ ഇന്ന് ലൈവിൽ എല്ലാവർക്കും ഇന്ന് റെസ്റ്റ് ആണ്. ഇതുവരെ ഫുഡൊന്നും ആരും കൊടുത്തിട്ടില്ല, എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പറയാം. എന്തായാലും ഇനി ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡാണ്. അതുപോലെ തന്നെ ഈ ആഴ്ച ആരാണോ എവിക്ഷൻ എന്നുള്ളത് അറിയില്ല. ഒന്നുകിൽ സരികയായിരിക്കാം, ശാരികയ്ക്ക് കുറച്ച് ഓട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ശൈത്യക്ക് നല്ലൊരു വോട്ട് ഉണ്ട്. ഇനി ശൈത്യയാണ് എവിക്ഷനിൽ ഉണ്ടാകുന്നത് എങ്കിൽ ക്യാപ്റ്റൻസി ടാസ്കിൽ ഒരു ചെറിയ ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരാളെ എവിക്റ്റ് ആകൂ എന്നുള്ളത് കൊണ്ട് സരികയാകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. അപ്പൊ അറിയില്ല, മുൻകൂട്ടി അങ്ങനെ കിട്ടുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടുകളും ഞാൻ നോക്കാറില്ല, പറയാറില്ല. അതുകൊണ്ട് തന്നെ
ജസ്റ്റ് ഒരു ഗസ് പറയുകയാണ്. വോട്ടിൽ മിക്കവാറുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും വരുന്ന വോട്ടിങ്ങിന്റെ ഇത് ഓരോ പോസ്റ്റേഴ്സ് ഒക്കെ കാണാറുണ്ട്. അതിൽ സരികയുടെ പേരാണ് ലാസ്റ്റ് കിടക്കുന്നത്. അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.